പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്കേറെ പ്രിയപ്പെട്ട ജോണി ആൻ്റണി ചേട്ടനുണ്ട്. ജോണി ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഒരു സിനിമ വിജയിക്കുന്നതിൻ്റെ സന്തോഷം ഒരു സംവിധായകൻ എന്ന നിലയിലും ഇപ്പോഴൊരു അഭിനേതാവ് എന്ന നിലയിലും വളരെയധികം ആസ്വദിക്കുന്ന ഒരാളാണല്ലോ. പ്രിൻസ് ആൻഡ് ഫാമിലി ഒരു കുടുംബചിത്രമാണ്. അതിൽ ഹ്യൂമറും സെൻറ്റിമെൻസും ഇല്ലാണ്ട് സിനിമയുടെ ഒരു ഇപ്പോൾ നേടുന്നൊരു വിജയം എത്രത്തോളം സന്തോഷം നൽകും? ഒരുപാട് സന്തോഷം നൽകും. കാരണം മെയിനായിട്ടും നമ്മൾ ഈ സംവിധാനങ്ങൾ പറഞ്ഞല്ലോ, സംവിധായകനായിരുന്നപ്പോഴും എപ്പോഴും വിജയത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അത് എന്നും സംഭവിക്കുന്നു, എപ്പോഴും സംഭവിക്കുന്നതല്ല. അത് വല്ലപ്പോഴും അല്ല സംഭവിക്കുന്നതാണ്. ചിലപ്പോൾ ഭാഗ്യമുണ്ട്, ചിലപ്പോൾ തുടർച്ചയായിട്ട് സംഭവിക്കും. കുറേ വിജയങ്ങളോടെ നിൽക്കാനുള്ള ഭാഗ്യം ഞാൻ നിന്നിട്ടുള്ള മേഖലയിലെല്ലാം എനിക്ക് ഭാഗ്യം വന്നിട്ടുണ്ട്. ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നപ്പോഴും അസോസിയേറ്റ് ഡയറക്ടറായിരുന്നപ്പോഴും ഡയറക്റ്റ് ചെയ്തപ്പോഴും അഭിനയിച്ചപ്പോഴും ഒരുപാട് വിജയങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഈ വിജയത്തിൻ്റെ ഒരു ഇരട്ടി മധുരം എന്നാന്ന് ചോദിച്ചാൽ, എനിക്ക് വളരെ ഒരു നവാഗത സംവിധായകൻ്റെ സിനിമയാണ്. ഒരു പുതുമുഖ സംവിധായകൻ്റെ സിനിമ, അതും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, എന്നോട് ഏറ്റവും വൈകാരികമായി വളരെയധികം അടുപ്പമുള്ള എൻ്റെ ആദ്യ നായകൻ ദിലീപിൻ്റെ വെച്ചിട്ടുള്ള സിനിമ. അപ്പോൾ ഞാനും ദിലീപിനെ വെച്ചിട്ടാണ് തുടങ്ങിയത് ശ്രീനിവാസയിലൂടെ. അത് ഹിറ്റായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു പുതിയ സംവിധായകൻ്റെ സിനിമ ദിലീപിനെ വെച്ച് ചെയ്ത് ഹിറ്റാകുന്നു. പിന്നെ ബിൻഡോയ് ഈ പറഞ്ഞ പോലെ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് ഒരുപാട് പേരോട് ഒരുപാട് വർഷക്കാലം അസിസ്റ്റൻ്റ് അസോസിയേറ്റായിട്ട് നിന്നതിന് ശേഷമാണ് ബിൻഡോയ് ഈ സിനിമ ചെയ്യുന്നത്. അപ്പോൾ ഒരു മൊത്തത്തിൽ ഈ പറഞ്ഞ ഒരു പരിധിവരെ എൻ്റെ ഇന്നലകൾ പോലെ എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഒരുപാട് 10-15 വർഷം പലരോടെയും അസിസ്റ്റൻ്റ് അസോസിയേറ്റ് നിന്നിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരാൾ വന്ന് ഒരു വിജയം കൊടുക്കുന്നു. അതിൻ്റെ കൂടെ പ്രത്യേകിച്ച് 2 സുഹൃത്തുക്കളാണ് എനിക്ക്. ബിൻഡോയിൻ്റെ സുഹൃത്താണ്, ദിലീപ് എൻ്റെ സുഹൃത്താണ്. അവർക്കൊപ്പം ആ വിജയത്തിൽ ഒരു ചെറിയ ഭാഗമായി ഞാനും ഉണ്ടല്ലോ, അതിനൊരു ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷം. മാധ്യമങ്ങൾ നൽകുന്ന വിജയത്തിൻ്റെ ഒരു അംഗീകാരവും പ്രേക്ഷകർ നൽകുന്ന അംഗീകാരം രണ്ടും ഇതിന് കിട്ടിയിട്ടുണ്ടാവണം അല്ലേ? തീർച്ചയായിട്ടും രണ്ടും ഇതിന് കിട്ടിയെന്നുള്ളത്. ഞാനൊരു കാര്യം പറയാം. ഇപ്പം വിജയിക്കാത്ത ഒരു പടത്തെ മാധ്യമം തള്ളിമറിച്ചുകൊണ്ട് വിജയിച്ചിട്ട് ഒരു കാര്യമില്ല. പ്രൊഡ്യൂസറുടെ പെട്ടി കാശ് വീഴുന്നുണ്ടോ, പ്രൊഡ്യൂസർ ഹാപ്പിയാണോ, കളക്ട് ചെയ്യുന്നുണ്ടോ, എങ്കിൽ മാത്രമേ അതിനകത്ത് കാര്യമുള്ളൂ. ഇതിന് പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് എനിക്ക് തോന്നുന്നു, പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് നെഗറ്റീവായിട്ടുള്ള പബ്ലിസിറ്റികൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചില വിമർശനങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത്തരം വിമർശനങ്ങളെ വിമർശിച്ചു പ്രേക്ഷകർ, അല്ലെ വിമർശനങ്ങളെ വിമർശിച്ചു ഈ മറ്റ് മീഡിയയിലുള്ളവർ. അത് പറയുന്നത് ശരിയല്ലല്ലോ, ഈ സിനിമയ്ക്ക് എന്താ അവർ കണ്ടതിന് ശേഷമാണ് ഈ സിനിമ കണ്ടല്ലോ, ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പം തോന്നിയില്ലല്ലോ, ഞങ്ങൾക്ക് ചിരിക്കാൻ തോന്നുന്നുണ്ടല്ലോ, അത് ഫാമിലിയായിട്ട് കാണാൻ കൊള്ളാവുന്ന സിനിമയാണല്ലോ എന്ന് തോന്നി ഭൂരിപക്ഷ പ്രേക്ഷകർക്ക്. അതും നിഷ്കളങ്കമായ തമാശകൾ ഇഷ്ടപ്പെടുന്ന, നമുക്കറിയാമല്ലോ, നമ്മുടെ സാധാരണ കുടുംബങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് അങ്ങനത്തെ അത്തരം പ്രേക്ഷകർ, അതായത് അത്തരം തമാശകൾ കണ്ട് ചിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ സിനിമ എടുത്തിരിക്കുന്നത്. അല്ലാതെ തല്ലി കൊന്നാൽ പോലും ചിരിക്കാത്ത ആളുകൾക്ക് വേണ്ടിയല്ല. ചിരി, വളരെ നിർദോഷമായ തമാശകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ എനിക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ പറയാം, ഇതുവരെ വന്ന കളക്ഷൻ ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുന്ന ഫാമിലി ഓഡിയൻസ്. അപ്പോൾ അവരോടാണ് നമുക്ക് നന്ദി. അവരാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇതിൽ ഡയറക്ടറായ ബിൻഡോയെയും നായകനായ ദിലീപിനെയും ഇതിൻ്റെ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ ഷേപ്പിനെയും കൂടെ അഭിനയിച്ച താരങ്ങളായ അതിലൊരാളായ എന്നെയൊക്കെ ഇത്ര സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഞങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നത് ഈ സിനിമ ഒരു വിജയമായതുകൊണ്ടും അത് പ്രേക്ഷകർ തന്ന വിജയമായതുകൊണ്ടും ആണ്. അപ്പോൾ അവരോടാണ് നമുക്ക് നന്ദി. ഈ കെ എന്ന സുഹൃത്ത് പ്രിൻസിനോട് ഒരു ഓക്കെ പറഞ്ഞതിന് തുടർച്ചയായിട്ടാണ് ഇതിൽ പല പ്രശ്നങ്ങളും സംഭവിക്കുന്നത്. അതായത് ലൈവ് പോകുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് ഒരു ഓക്കെ പറയാൻ, ആ പെൺകുട്ടിയോട് ഓക്കെ പറയാൻ പ്രിൻസിന് തോന്നി തൊട്ട് മുമ്പ് എന്തെങ്കിലും നീ ഓക്കെ പറഞ്ഞത് കൂട്ടുകാരൻ ഇൻസ്പയർ ചെയ്തിട്ടാണല്ലോ. അത്തരത്തിലുള്ള രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ഒരുപാട് ഇണക്കി ചേർത്തിട്ടുണ്ട് ഈ ചിത്രത്തിൽ അല്ലേ? അതിലൊരു ഡയറക്ടറിൻ്റെയും റൈറ്ററിൻ്റെയും ഒരു എക്സലൻസ് എത്രത്തോളം കാണാൻ സാധിക്കുന്നുണ്ട്? ഇപ്പോൾ ഞാൻ പറയാം, ഷാരിസ് ഇപ്പോൾ ഒരുവിധം അനുഭവസമ്പന്നനായ റൈറ്ററാണ്. അദ്ദേഹം ഓൾമോസ്റ്റ് ഒരു 4-5 സിനിമകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ജോണറിലുള്ള ഒരു സിനിമ ഷാരിസ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെനിക്ക് തോന്നുന്നു ദിലീപ് എന്ന് പറഞ്ഞൊരു നായകനെ നോക്കി കണ്ടുകൊണ്ട് ഒരു സിനിമ ചെയ്യുമ്പോൾ ആദ്യം അത് കൃത്യമായ രീതിയിൽ വിജയചിത്രം തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ ഒരു കുടുംബവും തമാശകളും ദിലീപ് എന്ന് പറഞ്ഞ നായകന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറും കാര്യങ്ങളും ഒക്കെ ആയിരിക്കണമെന്നുള്ള കൗശലത്തോടെ തന്നെയാണ് ഷാരിസ് ഈ സ്ക്രിപ്റ്റ് കൈകാര്യം ചെയ്തത്. ഒരു കാണാത്ത ദിലീപിനെയോ കാണിക്കാത്ത ദിലീപിനെയോ ഒന്നുമല്ല, കണ്ട ദിലീപിൻ്റെ നല്ല വശങ്ങളും അതിനെ കൃത്യമായ രീതിയിൽ മോൾഡ് ചെയ്യാനുമാണ് ഷാരിസ് ശ്രമിച്ചത്. അതിൽ ഷാരിസ് പൂർണ്ണമായും വിജയിച്ചു. മാത്രമല്ല സഹകഥാപാത്രങ്ങൾക്ക് കൊടുത്തിട്ടുള്ള പ്രാധാന്യം ഉണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ കഥാപാത്രം തന്നെ എനിക്ക് വന്ന കൂട്ടുകാരനാണ്. സാറിന് സിനിമകളിലെല്ലാം കൂട്ടുകാരുണ്ട്, കൂടുതൽ തമാശ പറഞ്ഞ് തിരിച്ചു പോകുന്നു. പക്ഷെ അതല്ല, നമ്മൾ എവിടേക്കോ അയാളുടെ ലൈഫിൽ പങ്കാളിയാവുന്നുണ്ട്. എൻ്റെ ചില തീരുമാനങ്ങൾ അങ്ങേർക്ക് ദോഷവും വരുന്നുണ്ട്, നല്ലതും വരുന്നുണ്ട്. എങ്കിലും ഒരു സെയിം പ്ലാനിൽ ഇദ്ദേഹം എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ. എന്നോട് അയാൾ സിൻസിയറാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ
ഇതിനകത്ത് നിഷ്കളങ്കരായ കുറച്ച് മനുഷ്യരുടെ പരസ്പര ബന്ധവും അവസ്ഥകളും അവരെന്ത് സഫർ ചെയ്യും, എന്തും ആർക്കും നമ്മുടെ സ്നേഹത്തിന് വേണ്ടി സഫർ ചെയ്യും. പക്ഷേ അതിനൊക്കെ ഒരു പരിധി ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത്. ജോണി ചേട്ടൻ പല സിനിമകളിൽ സമീപകാലത്ത് ഹാസ്യവും ഗൗരവവും ഒക്കെ കൈകാര്യം ചെയ്തു വരുന്ന കൂടുതൽ ഈ സിനിമയിലത്തെ ലുക്ക്, സ്റ്റൈൽ, അതിൻ്റെ കെട്ടിലും മറ്റുള്ള രൂപഭാവം, അതിനൊക്കെ പ്രേക്ഷകരിൽ നിന്ന് കിട്ടിയിട്ടുള്ള റെസ്പോൺസ് എങ്ങനെയാണ് ഈ ക്യാരക്ടറിന്? ഞാൻ വളരെ ചെറുപ്പമായെന്ന് പറഞ്ഞു. അതെനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ ഈ അച്ഛൻ വേഷങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടും വളരെ സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ ഒരു അച്ഛനാകുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം. ഇതിപ്പോൾ ദിലീപിൻ്റെ കൂട്ടുകാരനായിട്ടാണ്. പിന്നെ ഈ പൂക്കളൊക്കെ ഉള്ള ഷർട്ടൊക്കെയാണ്. പിന്നെ മുടിയൊക്കെ ഒരു താടിയൊക്കെ വെച്ചു, മീശ, അതിന് പ്രത്യേക ഒരു ഹെയർ സ്റ്റൈൽ. പിന്നെ ഒരു ടൈലറാണ്, ഇയാളൊരു ഡിസൈനറാണ്. ദിലീപിൻ്റെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ പോലും ദിലീപ് വലിയ ഡിസൈനറാണ്. അതിൻ്റെ കൂടെ നിൽക്കുന്ന അത്യാവശ്യം തയ്യൽ അറിയാവുന്ന ഒരാളാണ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയിട്ടുള്ള സീനിൽ പോലും ഇദ്ദേഹത്തിൻ്റെ ഷർട്ടിൻ്റെ ഡിസൈൻ ആ യൂഷ്വൽ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ക്യാരക്ടറിന് അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അല്ല, അതിപ്പോൾ നമ്മൾ ഞാൻ പറയട്ടെ, ഇപ്പം നമ്മളൊരു സ്ഥലത്ത് നിൽക്കുക, ഇന്നാൾ ഹോസ്പിറ്റലാന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ അടിയോജ്യം ഒരു കാര്യം കറുത്ത ഷർട്ടിട്ട് പോയാലോ അങ്ങനെ പോകുമല്ലോ. നമ്മൾ പെട്ടെന്ന് കേട്ട് അറിഞ്ഞ് അവിടെ ചെല്ലുകയല്ലേ ഉള്ളൂ. പിന്നെ അത് അത്ര പോരാടണമെന്ന് മാത്രം ചിലപ്പോൾ നമ്മൾ നോക്കും. പക്ഷേ ഓക്കെയാ. ജോണി ചേട്ടൻ ഗാനരംഗങ്ങൾ വളരെ ഹ്യൂമറസ് ആയിട്ട് ചിത്രീകരിച്ചിട്ടുള്ള ആളാണ്. നിരവധി ചിത്രങ്ങളിൽ. ഈ സിനിമയിലത്തെ പാട്ടുകൾ, ആ പാട്ടിലുള്ള നർമ്മം, അതും കൂടെ ഒന്ന് പറയാമോ? ഈ പാട്ടിന് ഇപ്പോൾ ദിലീപിൻ്റെ എനിക്ക് തോന്നുന്നു തുടക്കകാലം മുതൽ ഈ പറക്കുന്നലിയോ കുഞ്ഞിക്കൂനൻ മൂസൊക്കെ സിനിമയിൽ ഈ സ്ലാപ്സ്റ്റിക് സംബന്ധമായിട്ടുള്ള സോങ്ങുകളും ലവ് സോങ്ങിലൊക്കെ ആയാലും മൊത്തത്തിൽ തമാശകൾ കയറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് അത്തരം സിനിമകൾ തോന്നിപ്പിച്ചേക്കാം, പക്ഷെ ഒരിക്കലും ഓവർ ഡ്യൂ അല്ല. അപ്പോൾ വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ നടക്കാം ഉള്ള കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഒരു കൂട്ടുകെട്ടുകളെയും ഇൻസിഡൻറ്റിനെയൊക്കെ ഒരു പുതുമയിലേക്ക് എത്തിക്കാനും പുതുമയിലേക്ക് നയിക്കാനും പുതുമ ഉള്ള രീതിയിൽ അവതരിപ്പിക്കാനും ഒക്കെ ബിൻഡോയും ഷാരിസും ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് പുതുമയുള്ള ആളുകൾ തയ്യാറാക്കിയ ഒരു സിനിമ തന്നെയാണ് എന്ന് ഞാൻ പറയുന്നത്. ജോണി ചേട്ടാ, വലിയ സന്തോഷം. ഈ സിനിമയുടെ വിജയത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുന്നു. കാരണം യൂട്യൂബിൽ ചിലർ ഇതിനെ വിദ്വേഷപരമായിട്ടുള്ള കമൻ്റ് ഇടാൻ പർപ്പസ്ഫുള്ളി ശ്രമിക്കുന്നെങ്കിൽ അതിൻ്റെ താഴെ 4-5 പേര് വന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു കമൻ്റ് ഇട്ടത്, നമ്മൾ കണ്ട സിനിമ നല്ലതാണ്, ഞങ്ങൾ നിങ്ങളോട് യോജിക്കുന്നില്ല എന്നൊരു പുതിയ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വലിയ അളവിൽ ഈ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട്. സിനിമയുടെ വലിയ വിജയം തന്നെയാണ്. വിമർശനങ്ങളെ വിമർശിച്ച സിനിമയാണിത്. ഈ സിനിമയ്ക്കെതിരെ വന്ന വിമർശനങ്ങളെ ജനങ്ങൾ തന്നെ വിമർശിച്ചു, അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയക്കാർ തന്നെ വിമർശിച്ചു. ഇങ്ങനെ പറയുന്നവർ തന്നെ ഇതെന്തിനാണ് അങ്ങനെ പറയുന്നത്? വെളിച്ചത്തെ ഒരിക്കലും ഇരുട്ടാക്കാൻ പറ്റില്ല, അത് വെളിച്ചം തന്നെ ആയിരിക്കും. വലിയ വിജയത്തിന്റെ വെളിച്ചം ഉണ്ടാവട്ടെ എല്ലായ്പ്പോഴും. ആയിക്കോട്ടെ. താങ്ക് യു.